ഇത് ഇന്നലെ ചക്ക അരച്ച് വെച്ചത്. എന്തെല്ലാം? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം പൊടിച്ചത്, എള്ള്, പിന്നെ കായപ്പൊടി. കായത്തിൻ്റെ പൊടി ഇടുക. കട്ടയാണെങ്കിൽ കട്ട അലിയിച്ചിട്ട് ഇടുക. കുറച്ചുകൂടെ. എന്താ? അയ്യോ അയ്യോ, കടല തീർന്നു പോയി. മുളക് അവരവരെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. നമ്മൾ ഇച്ചിരിയേ എരിട്ടുള്ളൂ. അധികം എരിട്ടുണ്ടെങ്കിൽ അമ്പാടിക്ക് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇതിനകത്തിട്ട് കുഴക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ്. അപ്പോൾ ഉപ്പ് നമ്മൾ ഇന്നലെ ചക്ക അരച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ട്. ചക്ക അരച്ചപ്പോൾ ഉപ്പിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്കപ്പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി വീഡിയോ ആട്ടോ ഇത്. ചക്കപ്പപ്പടം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നല്ലോണം കുഴക്കുക കേട്ടോ. നല്ലോണം കയ്യിലൊട്ടി പിടിക്കുക. ഇത് കയ്യിലൊട്ടി പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് അത് ഉരുളയാക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളമോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ഉരുളയാക്കി വെച്ചാൽ മതി. ചക്കയല്ലേ, അപ്പോൾ നല്ലോണം ഒട്ടി പിടിക്കും. നമ്മളിതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ. കടയിലേക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് കടയിൽ പോകാൻ മുകളിൽ കയറി കടയിൽ പോകുന്നത് അല്ല കട വെളിച്ചെണ്ണയോ മെഴുക്കോ അല്ലെങ്കിൽ വെള്ളമോ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചാൽ ഈ പാത്രത്തിൽ എണ്ണ ആക്കി വെച്ച് ഒട്ടി പിടിക്കാതിരിക്കാൻ. കയ്യിൽ നല്ലോണം ഒട്ടുന്നതിനോണ്ട് കയ്യിൽ വെള്ളം എന്തെങ്കിലും ആക്കിയിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് പരത്താനല്ലേ. ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് പരത്താം. ഇന്ന് വെയിൽ കുറവായതുകൊണ്ട് ആവുന്നത് ആദ്യം കൊണ്ടുപോയി വെക്കാമല്ലോ മുകളിൽ. കയ്യിൽ വെള്ളമാക്കിയില്ലെങ്കിൽ ഇത് അതുപോലെ ഒട്ടിപ്പിടിക്കും. പറ്റിക്കോ. ഈ പത്തിരി പ്രസറിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പം രണ്ട് സൈഡിലും 2 ഷീറ്റ് വെക്കുക. അതിൽ എണ്ണ പരട്ടണം. എണ്ണ പരട്ടി ഇച്ചിരി കൂടിപ്പോയി വട്ടം. ഇത്രയും വട്ടാക്കണ്ട, അത്ര വേണ്ട, അങ്ങനെ വെക്കാം. പിന്നെ പ്ലാസ്റ്റിക് കുറച്ച് തോന്നണല്ലോ. അതിപ്പോൾ കുറച്ചാക്കുന്നതിനനുസരിച്ച് കൊണ്ടുപോയി അവിടെ വിരിച്ച് വെച്ചിട്ട് പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരാമല്ലോ. കുറച്ചൊരു കട്ടി വേണം, എന്നാലേ ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു കട്ടി ഓക്കെ അല്ലേ? എന്താ പാടിയാ? ഇതൊരു കട്ടിയില്, ഈ ഒരു കട്ടിയില്. പാത്രം ഇത് തീരെ കട്ടി കുറവാ. അപ്പൊ ഇനി എല്ലാം പോലെ ആക്കാം. ഇത്രയും ആയിണേ, ഇനിയും ആക്കാനുള്ളതാ. അപ്പൊ ഉള്ളത് വെയിലത്തിട്ടിട്ട് വരാം. പോവാ നടക്ക്. പോയിക്കാ. കുടുംബസമേതാ പോണ്. അമ്മമ്മ അവിടെ ഉണ്ട്. ഇത് മറ്റേ ചക്കയല്ല അമ്മേ, എന്താ പൊടി ഉണ്ടാക്കാൻ വേണ്ടി. ഇത്ര ചക്ക ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം വെച്ച് കഴിയുമ്പോ ഇതാവും. എണ്ണ കുറവായ ഭാഗം തോന്നുന്നു.
അപ്പോൾ ഈ പ്ലാസ്റ്റിക് നല്ലോണം എണ്ണയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇടുന്ന സമയത്ത് അധികം കിട്ടൂലേ, ഇതാവും. എന്താ അമ്പാടി? ആ അമ്പാടി. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നേ. അപ്പോൾ രാത്രിയാക്കുമ്പോൾ മഴ പെയ്തു. ഇന്നത്തെ ദിവസം വെയിൽ വന്നില്ല. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ചക്ക കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്തതായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നല്ല വെയിൽ കിട്ടിയാലേ ഇത് നല്ലോണം ഉണങ്ങുള്ളൂ. ഇതിപ്പോൾ രാത്രി എങ്ങനെ എടുത്തു വയ്ക്കുക, വൈകുന്നേരം എങ്ങനെ എടുത്തു വയ്ക്കുകയെന്നോ. ഇത്ര പണിയെടുത്ത് വെറുതെ ആയി പോവാവോ. അപ്പോൾ നമ്മളേ മറ്റേ ചക്കപ്പപ്പടത്തിൻ്റെ ഒരു സൈഡ് ചെറിയ രീതിയിലായപ്പോൾ നമ്മൾ തിരിച്ചിടാൻ പോവുക കേട്ടോ. അല്ലെങ്കിൽ രാത്രി എടുത്തു വയ്ക്കാൻ പറ്റില്ല. തമ്മിലൊന്നും ഒട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ രാത്രി എടുത്തു വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി നാളെ വെയിലുണ്ടെങ്കിലല്ലേ ബാക്കി ഇടാൻ പറ്റുള്ളൂ. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ആവുന്നതാണേ. അപ്പം നമ്മളെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ തേങ്ങ വിൽക്കാൻ പോവുകയാണേ. തേങ്ങ വിൽക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടിക്ക് ബ്രേക്ക് കുറവാന്ന് തോന്നി. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തേങ്ങ കൊടുത്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണേ. പോകുന്ന വഴി ഭയങ്കര മഴയാണ്. നമ്മൾ തിരുവമ്പാടി ഭാഗത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പുന്നക്കൽ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല മഴയാണ്. പൊന്നാങ്കയത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ മഴയാട്ടോ. പിന്നെ ബ്രേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് തീരെ ഇല്ല. ബ്രേക്ക് ഓയിൽ പോയതാണ്, മൊത്തം പോയി. ഒരു തുള്ളി പോലും ഇല്ലാണ്ട് പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് നന്നാക്കിയൊക്കെയാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട് വണ്ടി എടുക്കുന്നതിൽ മെല്ലെ പോകുന്നത്. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലുണ്ട് ചക്ക വേവിക്കുന്നതും കാര്യങ്ങളൊക്കെ. ചക്ക പപ്പടത്തിനൊക്കെ ഉള്ളത് വീഡിയോ ഇടാൻ മടിച്ചിട്ട് ഇടാണ്ടിരുന്നതാണ്. ഇനിയുടെ ഒരു ഡൽഹി ട്രിപ്പിൻ്റെ ഒരു 3rd ഭാഗവും കൂടി ഉണ്ട് ഇടാൻ. ഒക്കെ മടിയായിട്ട് ഇടാണ്ട് പോയതാണ്. നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തു കേട്ടോ. അപ്പം ബാക്കിൽ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകാൻ കൂട്ടാൻ. അപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതോ നോക്കിയാട്ടെ. ആ ചക്കപ്പപ്പട അച്ഛൻ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയ ഞങ്ങള് ടേസ്റ്റ് ആവൂല. ഇത് പപ്പടം പോലെ ആയില്ല, നമ്മൾ ആയില്ലല്ലോ. അച്ഛൻ പൂതിയോണ്ടാക്കി ഒക്കെ ആയിരിക്കും. ഇതിപ്പം വെയിലൊന്നുണ്ടോന്നാണ്. വെയിലുണ്ടായിരുന്നില്ല, ചെറിയ വെയിലുണ്ടായിരുന്നുള്ളൂ. അതിനോട് ഇത്രേ ആയുള്ളൂ. പെരും മഴയാ പുറത്ത്. പെരും മഴയാ പുറത്ത്.
ചക്കപ്പപ്പടം. ഇതായല്ലോ. ഇന്നലെയായിരുന്നു നമ്മളിത് ആദ്യം വെയിലത്തിട്ടതേ. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് വെയിലത്തിട്ടത്. ഏകദേശം ആയി, നല്ലോണം തന്നെ ആയി. ഇത് പൊടി ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചക്കയാ ശരിക്കും പറഞ്ഞാൽ? ഒരു ചക്ക തന്നെ ഉണ്ട്. ഇത് ഒന്നിതായി വന്നപ്പോഴത്തേക്കും, ഉണങ്ങി വന്നപ്പോഴത്തേക്കും എത്ര ഒന്നുമില്ല ചക്ക. ഇന്നലെ വെയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഓണാക്കടിച്ചു. നല്ലോണം ഉണങ്ങിയില്ലേ? ഇനി വെയിലത്തിടണോ? ഒരു പൊട്ടിട്ടായി നനയും. കടിച്ച് തിന്നാണ്. ആവിക്കുന്നുണ്ട് അത്. അത് അടിയിൽ ചൂടല്ലേ, അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ ആവിക്കും. ശരിക്കും പറഞ്ഞ ഇന്നലെ വെയിലില്ലേനി, ഇന്നാണ് വെയിലുണ്ട്. പോവുക ഞാൻ പടി താഴെ. അമ്മമ്മയുണ്ട് താഴെ. റംബൂട്ടാണ്ട്, ഈമേൽ റംബൂട്ടാണ്ടല്ലേ, മറ്റേ മള്ളേനെങ്ങാട്ടുണ്ടെന്ന് തോന്നി ഇതിനകത്ത്. നോ 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 നോ. അവിടെ ഒരു റംബൂട്ടാൻ മരം ഇവിടെ ഉണ്ട്. അത് അമ്മ വരിക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി എന്നാൽ.